കൊണ്ടുപോയി ഒരു സിംഹാസനത്തിലിരുത്തി. സുധാമാവ് അത്ഭുതപ്പെട്ടു. എന്താവോ താൻ എന്ത് പുണ്യം ചെയ്തു, അകത്തെത്തിയല്ലോ എന്തായാലും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ചെന്നു, ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രഭോ അങ്ങനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു, എത്ര പേര് വരുന്നുണ്ട്, എത്രയോ പേര് വരുന്നുണ്ട്. അതിലൊരാൾ ബ്രാഹ്മണനാ ആയിക്കോട്ടെ, എത്രയോ ബ്രാഹ്മണർ കാണാൻ വരുന്നുണ്ട്. അതിലൊരു ബ്രാഹ്മണൻ അങ്ങയുടെ ക്ലാസ്മേറ്റ് എന്നാണ് പറയണത്. എത്രയോ പേര് കൂടെ പഠിച്ചിട്ടുണ്ട്. അതിലത്തെ ഒരാൾ, അയാളുടെ പേര് സുധാമാവ് എന്നാണ്. അതങ്ങോട്ട് കേട്ടപ്പോൾ ഭഗവാൻ തൻ്റെ കൂടെയുള്ള 8 പത്നിമാരെയും തട്ടി അങ്ങോട്ട് മാറ്റി, സുധാമാവോ സുധാമാവോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു. പട്ട എന്ന് പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഓടിച്ചെന്ന് ആ സിംഹാസനത്തിലിരിക്കുന്ന സുധാമാവിനെ ഭഗവാൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. വേർത്ത് കുളിച്ചിരിക്കുക സുധാമാവ്. ആ സുധാമാവിനെ കളഭം തൊട്ട ഭഗവാൻ കെട്ടി അങ്ങോട്ട് പിടിച്ചു. സഖ്യുപ്രിയസ്യ വിപ്രഋഷേ അംഗസംഗാതി നിർവൃത പ്രീതോ വിമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. പരീക്ഷത്തെ അന്ന് ഞാൻ കൃഷ്ണൻ കരഞ്ഞത് കണ്ടു ആണ്. ആ സുധാമാവനെ കെട്ടിപ്പിടിച്ചിട്ട് സുധാമാവന് കണ്ണീര് വന്നോ അറിയില്ല, അത് നോക്കിയില്ല. സുധാമാവിന് രോമാഞ്ചം ഉണ്ടായി, അതൊക്കെ നിശ്ചയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഭഗവാന് രോമാഞ്ചം ഉണ്ടായി, ഭഗവാന് കണ്ണീര് വന്നു. പുഷ്കരേക്ഷണ, താമരക്കണ്ണൻ ആദ്യമായിട്ട് കരഞ്ഞു. ദുഃഖം കൊണ്ടൊന്നുമല്ല കേട്ടോ. എന്താ, എന്നെ കാണാൻ വന്നില്ല, ഞാൻ നോക്കുകയായിരുന്നു സുധാമാവേ, അങ്ങ് ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ, അതാണ്. അങ്ങ് ഇങ്ങോട്ട് വരുമോ നോക്കിയിരുന്നു, ഒന്നുമില്ല, എന്തായാലും സന്തോഷം. ഇത്രയും ദൂരം എന്നെ കാണാനായിട്ട് നടന്നു വന്നില്ലേ, സന്തോഷം എന്നുള്ള മട്ടിൽ ഭഗവാൻ പ്രീതോ വ്യമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ സുധാമാനായിട്ട് കെട്ടിപ്പിടിച്ചു, കൈപിടിച്ചു, കൂട്ടിക്കൊണ്ടുപോയി ലക്ഷ്മി ദേവി ഇരുന്ന സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി സമ്പത്തിൻ്റെ ദേവതയല്ലേ, ഇദ്ദേഹം ദരിദ്രനല്ലേ, ആ ദരിദ്രനെ അവിടെ കൊണ്ടിരുത്തി. അതോടുകൂടി എല്ലാം കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ പാദമെടുത്ത് മടിയിൽ വെച്ച് തലോടുകയാണ്. എന്നാലും ഇത്രയും ദൂരം നടന്നു പോകുന്നില്ല അങ്ങ്. രുക്മിണിയോട് പറഞ്ഞു, ആളെ മനസ്സിലായില്ലേ? രുക്മിണിയൊക്കെ പരിഭ്രമിച്ച് നോക്കുക, ആരാത് മനസ്സിലാവണില്ല. ഞാൻ പറയാറില്ലേ സുധാമാവ്, അതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അകത്ത് പോയി സ്വർണ്ണക്കണ്ടിൽ വെള്ളമായിട്ട് വരണു, സത്യഭാമ വിശറിയായിട്ട് വരണു. അവരൊക്കെ കൈങ്കര്യം ചെയ്യാണ് ഇദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്. സ്വർണ്ണത്താലം വെച്ച് കുറച്ച് മുമ്പ് പാണ്ഡവർ തൻ്റെ പാദം എങ്ങനെ പൂജിച്ചു അതിനേക്കാൾ കേമായും കൊണ്ട് ഭഗവാൻ ആ പാദം എടുത്തു വെച്ച് അദ്ദേഹത്തിൻ്റെ പാദം കഴുകുന്നു. അത് വൃത്തിയാക്കി തൻ്റെ ആ വേഷ്ടി കൊണ്ട് ഒപ്പി വൃത്തിയാക്കുന്ന സമയത്ത് സുധാമാവിന് പറയണമെന്നുണ്ട്, പാടില്ല ഭഗവാനെ, ഇത്ര വലിയ വരവേൽപ്പൊന്നും എനിക്ക് വേണ്ട, ഞാൻ അങ്ങേ നമസ്കരിക്കാനും പൂജിക്കാനും വന്നതാ, എന്നെ ഇങ്ങനെ സ്വീകരിക്കരുതേ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് പ്രതിമ പോലെ നിൽക്കുക, അനങ്ങാൻ പറ്റണില്ല. നാവ് പറയണമെന്നുണ്ട്, പക്ഷെ അറിയണ്ടേ. അദ്ദേഹം ഏതോ ഒരു ലോകത്തെത്തിയ പോലെ അന്തം വിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പാദം കഴുകി ആ പാദതീർത്ഥം ഭഗവാൻ ശിരസിൽ തളിച്ചു. പത്നിമാരൊക്കെ ശിരസിൽ തളിച്ചു. പിന്നെയും ആ പാദമെടുത്ത് തലോടിയും കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ നോക്കുകയാണ്. കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ. ഈ അവധൂതൻ വലിയ കേമത്തൊന്നും കണ്ടാലില്ല, നല്ല വസ്ത്രം നല്ല ഉടുത്തത്, ഇദ്ദേഹം എന്ത് പുണ്യം ചെയ്തു, എന്താ ഭഗവാൻ ഇങ്ങനെ ഇദ്ദേഹത്തെ സ്നേഹിക്കാൻ കാരണം? ഏട്ടനെ പോലും ഇങ്ങനെയൊന്നും സ്നേഹിക്കുന്നത് കണ്ടില്ല, ബലരാമേട്ടനെ പോലും ഇങ്ങനെയൊന്നും പാദം തലോടണമൊന്നും കണ്ടിട്ടില്ല. ആരാണ് ഇദ്ദേഹം? ഒരു വലിയേട്ടനെ പോലെ എങ്ങനെ ഇദ്ദേഹത്തെ സേവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവർ ചുറ്റും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ അവർ മനസ്സിലാക്കട്ടെ ഇയാളുടെ കേമത്വം. ഭഗവാൻ സുധാമാവിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചേർന്നിരുന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചും കൊണ്ട് ചോദിക്കുകയാണ്, അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധ ദക്ഷിണാത്. അല്ലയോ ബ്രഹ്മൻ, കുചേല ഒന്നും വിളിച്ചില്ല, അങ്ങനെ ഭഗവാൻ വിളിക്കൂല. അഭിബ്രഹ്മൻ ബഹുമാനത്തോടെ വിളിക്കുകയാണ്, അല്ലയോ ബ്രഹ്മൻ. എന്താ അങ്ങയുടെ കഥ? നമ്മൾ അന്ന് ഗുരുകുലത്തിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ കണ്ടില്ലല്ലോ അല്ലേ, എന്തൊക്കെയായിരുന്നു അന്ന് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അങ്ങ് ഓർക്കുണ്ടോ ആ കാലമൊക്കെ? അവിടുന്ന് പുറപ്പെട്ട് ദക്ഷിണ കൊടുത്ത് വന്നതിന് ശേഷം പിന്നെ എങ്ങനെ അങ്ങ് സമാവർത്തനം കഴിഞ്ഞ് വിവാഹം കഴിച്ചില്ലേ? എന്നാണ് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഭാര്യോഠാ സദൃശി നവാ. എങ്ങനെയാ കുട്ടി പറഞ്ഞാൽ കേൾക്കുക? ഭാര്യ എങ്ങനെയാ? അങ്ങയുടെ കുലത്തിനും ശീലത്തിനൊക്കെ ചേർന്ന കുട്ടിയാണോ നവ, അല്ലെങ്കിൽ അങ്ങനെ അല്ലേ? തന്നി ലൗകികനെ പോലെ. ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്നത് പോലെ ഭഗവാൻ ചോദിക്കണം, കല്യാണം കഴിച്ചോ, എന്താ കഥ, അവിടെ കുഴപ്പമില്ലാണ്ട് കഴിയുന്നുണ്ടോ, അങ്ങ് ഈ രാവിലെ എണീക്കുക കുളി ജപമൊക്കെ കാണുമ്പോൾ അവർക്ക് എങ്ങനെയാ? ഭാഗവതമൊക്കെ കേൾക്കാൻ പോകുമ്പോൾ താല്പര്യമുള്ള കൂട്ടത്തിലോ അല്ലെങ്കിൽ പോണ്ടാ പറയുന്ന കൂട്ടത്തിലോ എന്ന് ചോദിക്കുകയാണ്. സുധാമാവ് തലയും താഴ്ത്തി. തല താഴ്ത്താൻ കാരണം എന്താ? പറഞ്ഞൊക്കെ കഥ ഭാര്യയായതുകൊണ്ടാണോ? അല്ലേ അല്ല, അദ്ദേഹത്തിന് ആ വക പറയണം താല്പര്യമില്ല. അദ്ദേഹത്തിന് ലൗകിക വിഷയം പറയാനേ താല്പര്യം. ഇതൊക്കെ എന്ത് പറയാൻ ആണ്? അതൊക്കെയാണ് ഇപ്പോൾ ലോകത്തിലെ വലിയ പ്രശ്നം. ഇതൊക്കെ കേൾക്കാനാണോ കൃഷ്ണ നീ ആഗ്രഹിക്കുന്നത്? അതൊരു കല്യാണം കഴിച്ചു, കഴിഞ്ഞു, അതന്നെ. അതിലിപ്പോൾ എന്താ? 16 സംസ്കാരങ്ങളുണ്ട് നമുക്ക്. അതിലത്തെ ഒന്നാണെന്ത്? വിവാഹം. അത്രയേ ഉള്ളൂ. അതിലൊന്ന്, അത് കഴിഞ്ഞു. ശരി, ആ കാര്യം പറയാൻ വലിയ താല്പര്യമില്ല, മനസ്സിലാക്കി ഭഗവാൻ. പിന്നെ അടുത്ത വിഷയം, അല്ല അങ്ങ് ഓർക്കുണ്ടോ, നമ്മൾ ആ ഗുരുകുലത്തിൽ പഠിക്കുന്ന കാലത്ത് ഗുരുപത്നി നമ്മളോട് വിറകില്ല പറഞ്ഞ സമയത്ത് നമ്മൾ പോയില്ലേ, ദൂരത്ത് പോയിട്ട് കാട്ടിൽ പോയിട്ട് വിറകെടുക്കുകയാണ്. അടുത്ത് കാടുണ്ട്, പോയില്ല. എന്താ കാരണം? നമ്മൾ 64 ദിവസമല്ലേ പഠിക്കണുള്ളൂ, 2 മാസം. അത് കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് വിറക് വേണ്ടേ? ആ അമ്മ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ആ അമ്മ ഒറ്റയ്ക്ക് ദൂരത്ത് പോകണോ അടുത്ത് പോകണോ?
അടുത്തല്ലേ നല്ലത്. അതുകൊണ്ട് അവിടെ ഉള്ള സമയത്ത് ഭഗവാൻ ദൂരത്ത് പോയിട്ട് വിറക് കൊണ്ടുവരികയാണ്. പിന്നീടുള്ള കാലം അമ്മ അടുത്തുള്ള വിറകെടുത്തോട്ടെ കരുതിയിട്ട് അതിനാണ് ദൂരത്തേക്ക് പോയത്. അങ്ങനെ രാമേട്ടനും ഞാനും താനും കൂടിയും ദൂരത്ത് പോയി. ആ കാട്ടിലെത്തിയപ്പോഴേക്കും പെരും മഴയും. അന്നാണെങ്കിൽ എനിക്ക് വലിയ പേടിയില്ലേ, കുട്ടിയല്ലായിരുന്നോ. കൃഷ്ണൻ കുട്ടിയാകുമ്പോൾ നല്ല പേടിയാണല്ലോ, ഇടിയും മഴയും മിന്നലും. ഞാനാകെ പേടിച്ച് പറിച്ചിരിക്കുമ്പം അങ്ങ് എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങ് എങ്ങനെയല്ലേ കെട്ടിപ്പിടിച്ചത് ചോദിച്ച് വീണ്ടും കെട്ടിപ്പിടിക്കും. ആരെ ഒരു 10-30 പ്രാവശ്യം ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ കെട്ടിപ്പിടിച്ചു. എന്തൊരാശ്വാസമായിരുന്നു അറിയോ അത്. അങ്ങ് ഓർക്കുണ്ടോ അത്? ആ വിറകൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ആ വിറക് നനയേണ്ട കരുതി അതിൻ്റെ മുകളിൽ കമഴ്ന്ന് കിടന്നത് അങ്ങ് ഓർക്കുണ്ടോ? വിറക് നനയേണ്ട കരുതിയിട്ടേ വിറകിൻ്റെ മുകളിൽ കമഴ്ന്ന് കിടക്കുക 3 പേരും കൂടി. സന്ധ്യ കഴിഞ്ഞു, ഗുരുനാഥനെത്തി. ആ പത്നി പറഞ്ഞു ഇങ്ങനെയുണ്ടായതെന്ന്. അദ്ദേഹം ചൂട്ടും കത്തിച്ച് കുടം ചൂടി വരുന്നൊരു രംഗമുണ്ട്, അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. സുധാമാവേ, അങ്ങ് ഓർക്കുണ്ടോ? അദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ചത് അങ്ങ് മറന്നിട്ടുണ്ടാവില്ല അല്ലേ? അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേ അതിദുഃഖിത. അല്ലയോ കുട്ടികളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നല്ലോ. എന്താ ഈ ഗുരുനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത്? എന്താ പറയേണ്ടത്? ആത്മാവൈ പ്രാണിനാം പ്രേഷ്ഠ തവനാദൃത്യം അത്പര. എല്ലാവർക്കും ഏറ്റവും പ്രേമം തൻ്റെ ശരീരത്തിനോട്. അതിനെപ്പോലും വകവയ്ക്കാതെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നല്ലോ. തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠ. സന്തോഷമായി ഗുരുനാഥന്, ഇനിയൊന്നും വേണ്ട. സത്യാസന്തു മനോരഥാ. നിങ്ങളുടെ ആഗ്രഹമൊക്കെ എപ്പോഴും സാധിക്കട്ടെ. ഛന്ദാംശയാതയാമാനി ഭവന്തിഹ പരത്രജ. ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവട്ടെ. അതല്ലേ പ്രധാനം. പഠിപ്പിച്ചിട്ട് കാര്യമില്ലോ, ഓർമ്മ വേണ്ടേ? നമ്മളൊക്കെ എന്തൊക്കെ പഠിച്ചു? ഓർമ്മ ഉണ്ടോ? എന്തോ ഓർമ്മ, എന്തൊക്കെയോ കുറേ പഠിച്ചു, ഒന്നും ഓർമ്മയില്ല. അതാണ് ഓർമ്മ ഉണ്ടാവണ്ടേ. അത് ഗുരുനാഥൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ തത്വാർത്ഥങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അത് മാത്രമല്ല, ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. അത് ഈ ഗുരുനാഥൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചത് ഓർമ്മ ഉണ്ടോ? സത്യമാണ്. അതാണ് ഭഗവാനും സന്തോഷമായിട്ടിരിക്കണു, സുധാമാവും സന്തോഷമായിട്ടിരിക്കണു. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും സന്തോഷിക്കാൻ പാടില്ല. കാരണം ഇത്രയ്ക്ക് സമ്പത്തുള്ള ഒരാൾ ലോകത്ത് വേറെ ഇല്ല കൃഷ്ണനെ പോലെ. സമ്പത്ത് അധികമുള്ളവരെന്ത് ചെയ്യരുത്? സന്തോഷിക്കരുത്. അങ്ങനെയാണ് ലോകത്ത് നോക്കൂ. സമ്പത്ത് അധികമുള്ളവർ സന്തോഷിക്കില്ല. തിരിച്ചും ദാരിദ്ര്യമുള്ളവർ, നല്ലോണം നല്ല ദരിദ്രനാണ് എന്ത് ചെയ്യരുത്? സന്തോഷിക്കാൻ പാടില്ല. ഏറ്റവും വലിയ ദരിദ്രനാണ് ആര്? ഏറ്റവും വലിയ സമ്പന്നൻ കൃഷ്ണൻ, ഏറ്റവും വലിയ ദരിദ്രൻ സുധാമാവ്. രണ്ടറ്റ. രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം. എന്താ കാരണം? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. എന്താ സംശയം? സുധാമാവേ, അങ്ങയ്ക്ക് അഭിപ്രായമല്ലേ? ഗുരോരനുഗ്രഹേണൈവ. വലിയ കുഴപ്പമില്ലാണ്ട് അടിയും വട കഴിഞ്ഞു കൂടുന്നത് അങ്ങ് കണ്ടുവല്ലോ. അപ്പോൾ എൻ്റെ കഥ 16,108 കല്യാണം കഴിച്ച് ലക്ഷക്കണക്കിന് കുട്ടികളുമായിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു കൂടാൻ കാരണം എൻ്റെ കേമത്തെ അല്ല, പിന്നെയോ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. അല്ലെങ്കിലും ഒരു മനുഷ്യൻ പൂർണ്ണനാവണത് എപ്പോഴാണ്? ഗുരുനാഥൻ്റെ അനുഗ്രഹമുള്ളപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ കഴിഞ്ഞുകൂടി പോകുന്നുണ്ട് എന്നാരാ പറയണത്? പരബ്രഹ്മം, ഈശ്വരൻ പറയാണ്. ആ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ് സാന്ദീപിന് വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ. എന്നിട്ട് ആ ഭഗവാൻ എന്താ പറയണത്? അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇങ്ങനെയേ പറയാവൂ. അതാണ് കാണിച്ചത്. നമുക്ക് പഠിപ്പിക്കുക. ഒരു ഗൃഹസ്ഥൻ എന്തേ പറയാവൂ? തൻ്റെ കേമത്തൊന്നും ഒരിക്കലും പറഞ്ഞു പോകരുത്. അങ്ങനെ പറയാൻ അങ്ങനെ തോന്നുമ്പോഴും എന്തു പറയാം? ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, അച്ഛനമ്മമാർ ചെയ്ത പുണ്യം കൊണ്ട്, സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട്, പലരും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു കൂടണമെന്നേ പറയാവൂ. അതാണ്. അല്ലാതെ നമുക്ക് തോന്നും ചിലപ്പോൾ അഹങ്കാരം കൂടും. എന്നാലും പുറമേക്കത് പറയരുത്, ഇങ്ങനെയേ പറയാവൂ. അത് കാണിച്ചതാണ്. അതങ്ങോട്ട് കേട്ടതും സുധാമാവ് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. ശ്രീ ഗുരുഭ്യോ നമ. ഗുരുനാഥന് നമസ്കാരം. ഗുരുഭക്തിക്കൊരു കോട്ടം ഇത്രയും കാലമായിട്ടും വന്നിട്ടില്ല. ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഗുരുനാഥനെ പഴി പറഞ്ഞില്ല. നമ്മളാച്ചെന്ത് പറയും? അവിടെ പോയി പഠിച്ചുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ഒന്നുമില്ല, ജോലിയില്ല, ഒന്നുമില്ല. എന്തൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്? കുറേ ഫീസും പോയി എന്നല്ലാണ്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? ഒന്നും പറഞ്ഞില്ല. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാൻ അളന്നു. ഗുരുഭക്തിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ ഉറപ്പിച്ചു. പെട്ടെന്ന് വിഷയം അങ്ങോട്ട് മാറ്റി. അല്ല, എന്താ അങ്ങ് കൊണ്ടുപോകുന്നത്? കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാത്. അല്ല, ഗൃഹത്തിൽ നിന്ന് വരുമ്പോൾ കുറേ കാലത്തിന് ശേഷമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരില്ലേ? എന്താ അങ്ങ് കൊണ്ടുപോകുന്നത്? അങ്ങൊന്നും കൊണ്ടുവരാണ്ട് വരുന്നെനിക്ക് തോന്നണില്ല. ഇനി അങ്ങനെ പുറപ്പെട്ടാലും അങ്ങയുടെ ഭാര്യയ്ക്കൊരു സമ്പ്രദായമില്ലേ? അവളിപ്പം വെറും കൈയോടെ കൂടെ വിടുവോ? അതുണ്ടാവില്ല. കാരണം കൊടുത്തതാരാ? കൊടുത്ത സംഗതി ഇപ്പോൾ 2 മണിക്കൂറായിട്ടും കെട്ടിയിട്ടില്ല. അതാ ഭഗവാൻ നോക്കണത്. എവിടെ അവരെന്താ വരാത്തു നോക്കുന്നത്? നമ്മളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് കൊടുക്കും ഇല്ലേ? ഇല്ലെങ്കിൽ വീട്ടിലെത്തി നോക്കുമ്പോഴാവും കടലമിട്ടായ കയ്യിൽ തന്നെ ഉണ്ട്. അയ്യോ, കൊടുക്കാൻ വിട്ടു. അവിടെ എത്തിയാൽ ഉടനെ കൊടുക്കുക ആണ്, ഇല്ലെങ്കിൽ മറന്നുപോകും. എന്താ തരാത്തെന്ന് കരുതി ചോദിക്കുകയാണ് ഭഗവാൻ. കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാഗൃഹാത്. അങ്ങ് മടിക്കണ്ട. അവിലാണ് തുച്ഛമാണെന്ന് കരുതി തരാണ്ടിരിക്കാവൂലേ? സുധാമാവതാ കൊടുക്കാഞ്ഞത്. അവിടെ അങ്ങനെ മേശപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട്? ജിലേബി, ലഡു, ജാഗിരി, സോൻപാപ്പിടി,
മിൽക്ക് പേട, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് താനീ ഉണക്കവിൽ അവിടെ വെച്ചാൽ ചേരുവോ? വേണ്ട, തൽക്കാലം കൊടുക്കാണ്ടിരിക്കുക ഭേദം. പേടിക്കണ്ട. അണ്വപ്യുപായനം ആണ്, ലേശാണെങ്കിലും കുഴപ്പമില്ല. അണ്വപ്യുപാഹൃതം ഭക്തൈഹി പ്രേംണ ഭൂരിയേവമേ ഭവേത്. ഭക്തന്മാരാണ് തരുന്നതെങ്കിൽ ചെറുതാണെങ്കിൽ എനിക്ക് വലുതാ, ഇനി ഭക്തി ഇല്ലാണ്ട് തരുന്നതെങ്കിൽ വലുതാണെങ്കിൽ എനിക്കിഷ്ടമൊന്നുമില്ല. ഭക്തരാണ് തരുന്നതെങ്കിൽ ആണ്. ശുദ്ധ ഹൃദയമുള്ളവരൊരു കുന്നിക്കുരു സമർപ്പിച്ചാൽ എനിക്കത് വലുതാ, എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കുന്നിക്കുരു. ഒരു ഭക്തി ഇല്ലാത്ത ആൾ വലിയൊരു ആനയെ കൊണ്ട് സമർപ്പിച്ചു, നടക്കൽ നിർത്തി, എനിക്ക് പേടിയാ. ആ ആന എങ്ങനെ ആ കുന്നിക്കുരു ചവിട്ടുവോ ആണ്, ആ പേടിയാ. ആ ഭക്തൻ വെച്ച കുന്നിക്കുരു ഈ ആന അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങ് മടിക്കണ്ട. ചെറുതാണ് അവിലെന്ന് തരാണ്ടിരിക്കേണ്ട, തന്നോളൂ. അങ്ങേക്ക് അറിയില്ലേ